ഇതേ ഇന്ദിരാഭവനിലാണ് ഹൈക്കമാൻഡ് നിയോഗിച്ച 2 നിരീക്ഷകർ വന്ന് എംഎൽഎമാരുടെ അഭിപ്രായം തേടിയത്. അതുപ്രകാരം ഏത് രീതിയിലാണ് പിന്തുണ വരുന്നത് എന്നുള്ള കാര്യമാണ്. എംഎൽഎമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണ്. ആ തലപ്പൊക്കത്തിലാണ്, എംഎൽഎമാരുടെ പിന്തുണയുടെ തലപ്പൊക്കത്തിലാണ് കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ മാനസപുത്രനായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷേ ഇതിനെ വെട്ടുന്നതിന് വേണ്ടി വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെ ഡൽഹിയിലുണ്ട്. പിടിവലി ഡൽഹിയിൽ നടക്കുകയാണ്, ചർച്ചകൾ തുടരുകയാണ്. എങ്ങനെയാണ് കെ.സി. വേണുഗോപാൽ ഈ പിന്തുണ നേടിയെടുത്തത്? സതീശൻ പക്ഷവും രമേശ് പക്ഷവും പറയുന്നത് നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ഇങ്ങനെ എംഎൽഎമാരുടെ പിന്തുണ നേടിയെടുത്തത് എന്നാണ്. ഇത്തവണ ജയിച്ചു വന്ന എംഎൽഎമാരുടെ നിലപാട് പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ ചില സൂചനകൾ കിട്ടും. 63 പേരിൽ 46 പേരുടെ പിന്തുണ ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർക്ക് മുന്നിൽ കെ.സി. വേണുഗോപാലിന് അനുകൂലമായിട്ടായിരുന്നു. ആ കണക്ക് ഇങ്ങനെയാണ്. ആരൊക്കെയാണ് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചത്? സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, സജീവ് ജോസഫ്, സന്ദീപ് വാര്യർ, ടി.ഒ. മോഹനൻ, ഉഷ വിജയൻ, ടി. സിദ്ദിഖ്, പ്രവീൺ കുമാർ, ഇവരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനായിരുന്നു. ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർക്ക് മുന്നിൽ കെ.സിയുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവർ പറഞ്ഞത്. വിദ്യാ ബാലകൃഷ്ണൻ, കെ. ജയന്ത്, എ.പി. അനിൽകുമാർ, വി.എസ്. ജോയ്, വി.ടി. ബൽറാം, രമേഷ് പിഷാരടി, ഒ.ജെ. ജനീഷ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഇവരുടെ പിന്തുണയും കെ.സി. വേണുഗോപാലിനായിരുന്നു. റോജി എം. ജോൺ, മാത്യു കുഴൽനാടൻ, എഫ്. രാജ, സേനാപതി വേണു, റോയ് കെ. പൗലോസ്, ബിനിമോൻ, എം. ലിജു, പഴകുളം മധു, ശാന്തകുമാർ, സി.ആർ. മഹേഷ്, എം. നസീർ, ബിന്ദു കൃഷ്ണ, രമ്യ ഹരിദാസ്, ചാണ്ടി ഉമ്മൻ, ഈ പിന്തുണയും കെ.സി. വേണുഗോപാലിനായിരുന്നു. നിരീക്ഷകർക്ക് മുന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന നേതാവ്, എ.ഡി. തോമസ്, സുമേഷ് അച്യുതൻ, കെ.എം. അഭിജിത്ത്, വി.ടി. സൂരജ്, ആര്യാടൻ ഷൗക്കത്ത്, രാജൻ പല്ലൻ, സനീഷ് ജോസഫ്, മനോജ് മൂത്തേടൻ, ദീപക് ജോയ്, ടോണി ചെമ്മണി, ഉമ തോമസ്, ഇവരുടെ പിന്തുണയും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരട്ടെ എന്നതിനായിരുന്നു. നാട്ടകം സുരേഷ്, പി.സി. വിശ്വനാഥ്, സുധീർ ഷാ പാലോട്, വി.പി. സജീന്ദ്രൻ, ഇവരും കെ.സിക്ക് അനുകൂലമായി കൈപൊക്കി. ഇതിൽ എ ഗ്രൂപ്പ് നേതാക്കൾ ഒറ്റയടിക്ക് കെ.സി. പക്ഷത്തേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ 46 പേരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിന് അനുകൂലമായി. അങ്ങനെ ആ റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തലപ്പൊക്കം കെ.സി. വേണുഗോപാലിന് കിട്ടിയത്. ഇത് ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗിച്ച് കെ.സി. വേണുഗോപാൽ നേടിയെടുത്തതാണെന്നാണ് മറുപക്ഷങ്ങൾ വാദിക്കുന്നത്. അതേസമയം മറ്റുള്ളവർക്കുള്ള പിന്തുണ വി.ഡി. സതീശന്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മുഖ്യമന്ത്രിയായി വരുവാനുള്ള പിന്തുണ ആരൊക്കെ നൽകി എന്നുള്ളതാണ്. നൌഷാദ് അലി, വി.ഡി. സതീശൻ, മുഹമ്മദ് ഷിയാസ്, ഷാനിമോൾ ഉസ്മാൻ, ഈ 4 പേരുടെ പിന്തുണയുണ്ട്. അതുകൂടാതെ മറ്റ് 5 പേരുടെ പിന്തുണ കൂടിയുണ്ട്. എം.ആർ. ബൈജു കാട്ടാക്കട, എം. വിൻസെന്റ്, സെബാസ്റ്റ്യൻ പൂഞ്ഞാറിൽ നിന്നുള്ള, എൻ. ശക്തൻ, കെ.എ. തുളസി, ഇവരുടെ പിന്തുണ. അങ്ങനെ 9 പേരുടെ പിന്തുണയാണ് പൂർണ്ണമായിട്ടും വി.ഡി. സതീശന് കിട്ടിയത്. രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ 63 പേരിൽ എത്ര പേരുടെ പിന്തുണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കിട്ടി എന്നുള്ളതാണ്. അൻവർ സാദത്ത്, ടി.ജെ. വിനോദ്, റോണി കെ. ബേബി, ജ്യോതികുമാർ ചാമക്കാല, രമേശ് ചെന്നിത്തല, ഈ 5 പേരാണ് ചെന്നിത്തല പക്ഷം എന്ന രീതിയിൽ ഉള്ളത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് നിരീക്ഷകർക്ക് മുന്നിൽ പറഞ്ഞത്. പിന്നെ ഒറ്റ പേര് പറയാത്ത ആളുകളുണ്ട്, ഒന്നിലേറെ പേരുകൾ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന്. നീലകണ്ഠൻ, അദ്ദേഹത്തിന്റെ പേര് നേരത്തെ പുറത്തു വന്നിരുന്നു, ആരുടെയും പേര് പറഞ്ഞില്ല എന്ന രീതിയിൽ. പക്ഷേ നീലകണ്ഠൻ പിന്നീട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞ പേര് ഹൈക്കമാൻഡ് നിരീക്ഷകർ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന്. പക്ഷേ നീലകണ്ഠൻ ഒറ്റ പേര് പറയാത്തയാളുടെ പട്ടികയിൽ. I.C. ബാലകൃഷ്ണൻ 2 പേരുടെ പേര് പറഞ്ഞിരുന്നു, കെ.സി. അല്ലെങ്കിൽ R.C. എന്നുള്ള കാര്യം. അബിൻ വർക്കി, ഇങ്ങനെ 3 പേർ ഒറ്റ പേര് പറയാത്തവരുടെ പട്ടികയിൽ. അങ്ങനെ 63 പേരിൽ 46 പേരുടെ പിന്തുണ കെ.സി. വേണുഗോപാൽ നേടിയെടുത്തു. ഇതാണ് ഹൈക്കമാൻഡ് നിരീക്ഷകർ ഹൈക്കമാൻഡിന് മുന്നിൽ നൽകിയത്. അങ്ങനെയാണ് കെ.സി. വേണുഗോപാൽ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ ഇനി ആരായിരിക്കും മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാൻ